കോഴിക്കോട് തന്നെ ഏറ്റവും വലിയ ഒരു കയറ്റാണ് മേൽപ്പഴനി നമ്മുടെ വെള്ളിപറമ്പ് മേൽപ്പഴനി. അതില് ഒരു പാസഞ്ചറെ വെച്ച് ഞാൻ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും കേറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേറിയുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒരു വലിവൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള കേറാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. കയറ്റം തന്നെ കേറിയാൽ മതി. അപ്പൊ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ടോട്ടൽ 5 ഘട്ടയും കൂടി 140 കിലോമീറ്റർ. പക്ഷെ അതിന് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു ഘട്ടക്ക് 30-32 കിട്ടുന്നുണ്ട്. 32 കിട്ടുന്നുണ്ട്. കയറാൻ ഒരു വലിയ പുള്ളിങ് ഇല്ലെങ്കിലും നല്ല കയറ്റൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കേറിപ്പോവും. പേരെന്താ? ശിവദാസ്. നിങ്ങൾ എവിടെയാ സ്ഥലം? എവിടെയാ? വെസ്റ്റ്. നിങ്ങളിപ്പോ ഈ ഒരു ആപ്പേന്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പൊ 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? റേഞ്ച് ഉണ്ടെങ്കിൽ ഇത് 5 ഘട്ടയാണ്. 5 ഘട്ടം കമ്പനി പറയുന്നത് ടോട്ടൽ 5 ഘട്ടയും കൂടി 140 കിലോമീറ്റർ. പക്ഷെ അതിന് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു ഘട്ടക്ക് 30-32 കിട്ടുന്നുണ്ട്. 32 കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങളിപ്പോ എടുത്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഇപ്പം 17,607 കിലോമീറ്റർ ഓടി. 17,000. ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ശരി. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആളെ കയറ്റുന്ന സമയത്ത് ഇതിന്റെ മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉള്ളില് സ്പേസ് കുറച്ച് കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ബജാജിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ഥലം കൂടുതൽ. ഓക്കെ. അപ്പൊ ഇത് കയറ്റം കയറുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? പോസ്റ്റ് മാറ്റി കൊടുക്കും. കാരണം വലിയ കുത്തനുള്ള കയറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു മിനിമം എല്ലാം നല്ല രീതിയിൽ കയറിപ്പോ ബൂസ്റ്റർ മാറ്റാതെ തന്നെ മെഡിക്കോളെ കയറ്റൊക്കെ സുഖമായിട്ട്. ഇപ്പൊ നിങ്ങള് എടുത്തതിന് ശേഷം ഇപ്പൊ മഴക്കാലാണല്ലോ. അപ്പൊ മഴയത്ത് ഓടിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പൊ മഴയത്ത് വെള്ളക്കെട്ടിലൂടെ ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? വെള്ളക്കെട്ടിലേക്ക് അധികം ഓടിയിട്ടില്ല. എന്നാലും ബുദ്ധിമുട്ടൊന്നും തോന്നുന്നു. വേറെ വണ്ടിക്കാരൊക്കെ ഓടിക്കുന്നുണ്ട്. ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ മുന്നേ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചു? വണ്ടി അപ്പന്റെ ഓപ്പോസിറ്റ് ഉപയോഗിച്ചിരുന്നു, ഡീസൽ വണ്ടി. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ലാഭമാണോ അല്ലെങ്കിൽ? ഇലക്ട്രിക് ലാഭം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് മോശമൊന്നും സംഭവിച്ചിട്ടില്ല? സംഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ? ഓക്കെ, ശരി. പേരെന്താ? ഇസ്മായിൽ. നിങ്ങൾ എവിടെ സ്ഥലം? ഞാൻ ഇവിടെ അടുത്ത് തന്നെ, കോഴിക്കോട് തന്നെ. അപ്പൊ ഈ ഒരു വണ്ടി ആപ്പേ സിറ്റി അല്ലേ? അതെ. ഇപ്പൊ എടുത്തിട്ട് എത്ര കാലമായി? എടുത്തിട്ട് 6 മാസം. 6 മാസം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? മൈലേജ് 150 അടുത്തൊക്കെ കിട്ടുന്നുണ്ട്. 150. ചെറിയൊരു ഡിഫറൻറ്റ് വരും. നമ്മള് ടൗണിൽ ഓടുമ്പോഴേ അതെങ്ങനെ ആയാലും കുറച്ചൊരു ഡിഫറൻറ്റ് മൈലേജ് ഷോർട്ട് വരും. അപ്പൊ നിങ്ങൾ ഇതിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിരുന്നു? ചെയ്തിട്ട് എനിക്ക് 150ന്റെ മേലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും ടോട്ടല്? ഇപ്പോഴും ഓടിയത് ടോട്ടല് 21,835. 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്റെ ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് ബാക്കിൽ പാസഞ്ചേഴ്സിനെ കയറ്റുന്ന സ്ഥലത്ത് ഒരു സ്ഥല സൗകര്യവും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. നോർമൽ എല്ലാ വണ്ടിക്കുള്ള സ്പേസ് തന്നെ ഉണ്ട്. ഒരു 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു കഷ്ടിച്ച് ഇരിക്കാൻ 4 ആൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു കയറ്റം കയറുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കയറ്റം കയറുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി. കയറ്റം കയറാൻ ഒരു വലിയ പുള്ളിങ് ഇല്ലെങ്കിലും നല്ല കയറ്റൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കേറിപ്പോവും. ഇതിലൊരു അഡ്ജസ്റ്റ് ചെയ്ത ഒരു മോഡ് ഉണ്ട്, ബൂസ്റ്റ് മോഡ്. അതിലിട്ട് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല കയറ്റൊക്കെ ആണെങ്കിൽ കേറിപ്പോവും, സാവധാനെങ്കിൽ കേറിപ്പോവും അല്ലേ? അപ്പൊ ഇതിന്റെ സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് തന്നെ പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് ആയന കൊണ്ട് തന്നെ ഇപ്പൊ മഴക്കാലല്ലേ, അപ്പൊ മഴക്കാലത്ത് ഓടിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ വെള്ളക്കെട്ടിൽ കൂടെ ഓടിച്ചിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇനി ഭാവിയിൽ എന്താണുള്ളത് പറയാൻ ഇതുവരെ ഒന്നും കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച്, അതായത് മോണ്ട്ര അതേപോലെ തന്നെ ബജാജ്, അപ്പൊ അതിൽ നിന്ന് അപേക്ഷിച്ച് ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കുറച്ച് ഇതുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഏത് വഴിക്കൂടെ പോകാൻ പറ്റും? അത്യാവശ്യം പോകാൻ പറ്റും. ഇതിന്റെ വീല് കുറച്ച് വലിയ വീലാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ മുന്നേ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഓക്കെ. ആദ്യം ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ എടുക്കുന്നവരെ സ്വയം തൊഴിൽ എന്നുള്ള ഒരു ലെവലില് ഇലക്ട്രിക് വണ്ടി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് മെച്ചമായിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. മെച്ചം. താങ്ക് യു. ശരി. പേരെന്തായാലും? എന്റെ പേര് സുനിത്ത്.
എവിടെ സ്ഥലം എവിടെയാ? പറമ്പിൽ. അപ്പൊ ഈ ഒരു ആപ്പേ സിറ്റി അല്ലേ ഇലക്ട്രിക്? അപ്പൊ ഇത് എടുത്തിട്ട് ഇപ്പൊ എത്രയായി? 2 മാസമാവും. 2 മാസം. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? മൈലേജ് ഒരു 140 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നിങ്ങൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോ എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടി? ഞാൻ 3421 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ ഇത് തന്നെയാണോ ജോലി ചെയ്ത്? ഞാൻ വേറെ ജോലി ഇറങ്ങിയാണ്. മുമ്പ് വേറെ വണ്ടി ഓടിച്ചിരുന്നോ? ഇത് ഞാൻ ഗുഡ്സ് ഓടിച്ചാണ്, ഓട്ടോ ബജാജ് ഗുഡ്സ്. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇലക്ട്രിക്കിലെ വരുന്ന പെട്രോൾ എക്സ്പെൻസ് നോക്കാൻ ലാഭം തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഈ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് കുറവാണ് വണ്ടിക്ക്, മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട്. മെയിൻ്റെനൻസ് കുറവ് അല്ല? എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിരുന്നു വണ്ടി? മേജർ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇതുവരെ വന്നില്ല. ഇതില് പാസഞ്ചേഴ്സിന്റെ യാത്രാ സുഖമൊക്കെ എങ്ങനെയാ? സുഖമാണ്. അവരെന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു? സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് നല്ല പ്രതികരണമാണ്. സൗണ്ട് ഇല്ലാത്തതിന്. യാത്രക്കാർക്ക് ഏറ്റവും സുഖകരമായ സാധനമാണ്. അപ്പൊ കയറ്റം കയറാനൊക്കെ ഇതിന്റെ അവസ്ഥ എന്താണ്? കയറ്റം കയറും, പിന്നെ ഓവർ വലിയ കയറ്റാൻ ബൂസ്റ്റർ ഇട്ടിട്ട് കയറ്റണം. ബൂസ്റ്റർ മോഡിൽ ഇട്ടിട്ട് സുഖമായിട്ട് കയറിപ്പോ. ഓക്കെ. നിങ്ങൾ ഇതുവരെ ബൂസ്റ്റർ മോഡിലേക്ക് ഇടേണ്ട ഏതെങ്കിലും സാഹചര്യം വന്നിട്ടില്ല? സിറ്റിനുള്ളിലായോണ്ട് അങ്ങനെ വലിയത് വന്നിട്ടില്ല. അപ്പൊ ഈ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നിട്ടില്ല? ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടല്ലോ, വണ്ടി ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വണ്ടിക്ക് മഴക്കാലത്ത് ഒരു കംപ്ലൈന്റ്സ് വന്നില്ല. വെള്ളക്കെട്ടിലൂടെ ഓടിക്കേണ്ട അവസ്ഥ വന്നില്ല? ഓവർ വെള്ളക്കെട്ടിൽ ഇലക്ട്രിക് വണ്ടിയാണ്. മോട്ടർ ടയറിനാണ് മുകളിലേക്ക് വെള്ളം വരേണ്ട പ്രശ്നമാണ്. മോട്ടറിനുള്ളിൽ വെള്ളം ടയറിന്റെ ആ പകുതി ലെവലിൽ വരെ സുഖമായിട്ട് പോവാം, കുഴപ്പമില്ല. പാക്കിംഗ് ഉണ്ട്, പക്ഷെ ഉള്ളിൽ വെള്ളം കയറിയാലൊന്നും ചെയ്യാൻ പറ്റില്ല, മോട്ടർ ബാധിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ. താങ്ക് യു. പേരെന്താ? സരുൺ. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ മുണ്ടിക്കൽ താഴെ. ഓക്കെ. നിങ്ങൾ ഈ ഒരു ആപ്പേ സിറ്റി അല്ലേ? ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? 8 മാസം. 8 മാസം. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? 2 ഓട്ടം കുറവാണ്. ഇത് കലാകാരനും കൂടിയാണ്. ചെണ്ട കുറയാട്ടം ആണോ? ആ മേഖലയിലൊക്കെ പോണേനെ കൊണ്ട് 4-5 മാസം വീട്ടിൽ നിർത്തിയിട്ടിരുന്നു. അപ്പൊ ചെണ്ടയാണോ? ചെണ്ട, തെരയാട്ടം ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് നാടുകളിൽ ഇവിടെ കോഴിക്കോട് മാത്രമാണോ അല്ലെങ്കിൽ എല്ലായിടത്തിലേക്കും പോവോ? കോഴിക്കോട് മാത്രമാണ്. ഓക്കെ. ഈ ഒരു നിങ്ങളുടെ ഈ ഒരു സാംസ്കാരിക കേന്ദ്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അനുഷ്ഠാന തെരയാട്ട കലാസമിതി പന്തീരങ്കാവാണ് സ്വദേശം? അല്ല, ഞാൻ കല്ലായി താമസം. ഓക്കെ. അപ്പൊ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ? ഇതിന്റെ മുന്നേ ഏതെങ്കിലും ഓട്ടോ ഓടിച്ചിരുന്നോ? ഡീസൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീസൽ വണ്ടിയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒന്നും കൂടി വണ്ടി ഡ്രൈവ് ചെയ്യാൻ സുഖമുണ്ട്, പിന്നെ പാസഞ്ചറൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോ ഇതിന് ആവശ്യത്തിനുള്ള പാസഞ്ചർ സ്ഥല സൗകര്യം ഉണ്ടോ അവർക്ക് മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച്? കുഴപ്പമില്ലാണ്ട് 3 പേര് എന്തായാലും നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മള് 4 പേരൊക്കെ അത്രയും പറഞ്ഞാലൊക്കെ അത്യാവശ്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു കയറ്റം കയറുന്ന സമയത്തും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓടിച്ചിരുന്നോ വണ്ടി? ഓടിച്ചിരുന്നു. കോഴിക്കോട് തന്നെ ഏറ്റവും വലിയ ഒരു കയറ്റാണ് മേൽപ്പഴനി, നമ്മുടെ വലിയപറമ്പ് മേൽപ്പഴനി. അതില് ഒരു പാസഞ്ചറെ വെച്ച് ഞാൻ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും കേറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേറിയുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒരു വലിവൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള കയറാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. കയറ്റം തന്നെ കേറിയാൽ മതി. അപ്പൊ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റി ഡ്രൈവിംഗിൽ ഈ ഒരു വണ്ടീന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഏറ്റവും നല്ലതാണ്. സിറ്റിക്ക് നമ്മളെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡല്ലേ, അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ വണ്ടിയാണ്. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് ഈ വെള്ളത്തിൽ കൂടി ഓടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ അധികം വണ്ടി കൊണ്ടുപോകില്ല. ഇപ്പൊ തന്നെ ടൗണിലായാൽ തന്നെയും നമ്മൾ ടയറിന്റെ അനുസരിച്ച് വെള്ളമൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ തട്ടി നിൽക്കുകയാണെന്ന് വെച്ചാൽ അതിൽ എന്തായാലും കൊണ്ടുപോകില്ല. കൊണ്ടുപോയി പണി എന്തായാലും കിട്ടും. ഇനിയിപ്പോ ഡീസൽ വണ്ടിക്കാരാണെങ്കിലോ സ്റ്റാർട്ടിംഗ് മോട്ടർ ഒക്കെ കംപ്ലൈന്റ് ആവും. ഇതുവരെ അങ്ങനെ ഓടിച്ചിട്ട് കംപ്ലൈന്റ് എന്തെങ്കിലും വന്നിരുന്നോ? കംപ്ലൈന്റ് ഇതുവരെ ഒന്നും വന്നില്ല. പക്ഷെ ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ള കുറച്ചും കൂടി കിലോമീറ്റർ കൂട്ടണമായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒന്ന് വലിവ് റേഞ്ചും കപ്പാസിറ്റിയും കൂടെ ഒന്ന് കൂട്ടിയ വണ്ടി നന്നാവും, ബെസ്റ്റ് ആവും. ഓക്കെ. അപ്പൊ അതാണ് ഈ ഒരു വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായം. സുഖം. പിന്നെ വീട്ടിൽ നിന്ന് ഫാസ്റ്റ് ചാർജർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ
ഒന്നും കൂടി. ചാർജിങ് ടൈം എത്രയാ? ചാർജിങ് ടൈം ഫുൾ ചാർജ് എടുക്കാൻ 2-3 മണിക്കൂർ എന്തായാലും വേണം. അതൊന്നും കൂടി എന്തായാലും എടുക്കും. അതൊന്നും കൂടിയൊക്കെ നമുക്കൊരു ഫാസ്റ്റ് ചാർജർ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാം. ബെറ്റർ ആയോ? ഓക്കെ, ശരി.